കാല് മാറ്റിട്ടാ കുത്തിട്ടു. കേറട്ടോ അതിൻ്റെ ഉള്ളിൽ പോയി മാറി. ഇന്നത്തെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കുളം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല മീനൊക്കെ ഉള്ളൊരു കുളമാണ്. ഇഷ്ടംപോലെ വളർത്തു മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ അവൻ വീശി പിടിച്ച് ടാങ്കിലൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. വലിയ സൈസ് ഇല്ലാത്ത മീനുകളൊക്കെ ഈ മെഷീനിൽ കൂടെയും കയറി വരും കേട്ടോ. ഇതേ കണ്ട ഈ കരിപ്പിടിയൊക്കെ ഇങ്ങനെ കയറി വന്നതാണ്. ഇതിനൊക്കെ വീശി പിടിച്ച് മാറ്റിയിട്ടുള്ളതാണ്. ജയന്റ് ഗൗരാമിയാണ്. അതിൻ്റെ ഒപ്പം ഒരു 2-3 കടുവ എടുക്കുന്നുണ്ട്. ഈ ഡ്രമ്മിലും കുറേ മീനുണ്ട് കേട്ടാ. ഈ പൊന്തിക്കണൊക്കെ രോഹുവാണ്. അതിൻ്റെ സൈഡിലായിട്ട് ബ്രാലൊക്കെ വന്ന് ഏറെടുക്കുന്നുണ്ട്. ഇതിൽ 2 അടിപൊളി കൂരുവാളയും എടുക്കുന്നുണ്ട് കേട്ടാ. അതിൻ്റെ സൈസ് നോക്കിയേ, ഒരു 3-4 കിലോ എന്തായാലും ഉണ്ട്. വേറൊരു റിങ്ങിലും കൂടെ മീനെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടാ. മാക്സിമം ഇതിനെ കൊല്ലാത്ത നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. കുളം ക്ലീൻ ആയി കഴിഞ്ഞാൽ ഈ ചെറിയ വളർത്തു മീനുകളൊക്കെ കുളത്തിലേക്ക് തന്നെ തിരിച്ചു വിടും. ഈ കെടുക്കുന്ന റെഡ് തിലാപ്പിയുടെയും പിന്നെ വെള്ളവാളയുടെ ഒക്കെ സൈസ് നോക്കിയേ, നല്ല അടിപ്പം സൈസുള്ള മീനുകൾ ഉണ്ടാ. കുളത്തിൽ ഇനി കുറച്ച് നാടൻ മീനുകൾ മാത്രം ബാക്കിയുള്ളൂ. ഒരുത്തൻ ടാങ്കിൽ നിന്ന് കരയിലേക്ക് ചാടിയിട്ടുണ്ട്. റെഡ് തിലാപ്പിയ ഉണ്ടാ, ഒരു 1/2 കിലോ സൈസൊക്കെ ഉണ്ട്. കടുണ്ടോ ഇതില്? ഇതില് 2-3 പിലോപ്പിയാണ് എടുക്കണത്. പുറത്തേക്ക് എടുക്കണ്ട അവിടെ കിടന്നോട്ടെ. ഈ ചെളി തീർച്ച് എന്താ പിലോപ്പിയൊക്കെ ഒരു 1/2 കിലോയ്ക്ക് മേലെ ഉണ്ട് കേട്ടാ. ഇതിനൊക്കെ മിക്കവാറും കുളം ക്ലീൻ ആയി കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് തന്നെ ഇടും. ഗൗരാമി കരിപ്പിടി. ഇത് ഹൈബ്രിഡ് അല്ല കേട്ടാ, നാടൻ കരിപ്പിടിയാണ്. പാടൊക്കെ വറ്റുമ്പോ കൂടുതലും പിടിച്ചോണ്ടിടണ മീനുകളാണ് ഇതിലുള്ളത്. എന്താ പടക്കല്. അവിടെ കിടക്കട്ടെ. ഒരു സൈഡിൽ നിന്ന് ചെളിയൊക്കെ വെട്ടിക്കയറ്റുണ്ട് കേട്ടാ. ചെളിയൊക്കെ വെട്ടുമ്പോ ഇടയ്ക്കിട്ട് ഓരോ മീനുകളൊക്കെ ആയിട്ട് കിട്ടണുണ്ട്. പോയാ എന്താ ചവിട്ടിയപ്പ് ഇതായടാ. ഇതിവിടെ പൊന്തിക്കുന്നുണ്ട്. കടുവണ എന്തുടണാവോ? അങ്ങോട്ടെ നോക്കട്ടെ. തട കടുവാണെന്ന് തോന്നുന്നു. കടു പോട്ടെ. ഇവിടെ അങ്ങനെ തട്ടിക്കോ. എന്താ കണ്ടു? നോളക്കിലുണ്ട. അത്യാവശ്യം നല്ല സൈസുള്ള കടുവ കേട്ടാ. ഇവനെ പിടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെ നമുക്ക് ബക്കറ്റിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഇവനെ കൊല്ലാണ്ട് കിട്ടണം, ബ്രീഡിങ്ങിന് ആവശ്യം വരും. ശനി വിടക്ക് എടുക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ടാങ്കിലേക്ക് മാറ്റിയിടാം. ചെളിക്കൊരു ക്ഷാമവും ഇല്ലാട്ടാ. കുളത്തിന്റെ മുകളിൽ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ള കാരണം ചെളി കണ്ടമാനുണ്ട്. നല്ല അധ്വാനമുള്ള ഒരു പരിപാടിയാണ് ട്ടാ. ഇത്രയും ചെളിയൊക്കെ വെട്ടിക്കയറ്റി വരുമ്പോഴേക്കും എന്തായാലും വൈകുന്നേരം ആവും. ഇങ്ങനെ കൊണ്ടിടുന്ന ചെളിയുടെ ഉള്ളിൽ മീനുകളൊക്കെ ഉണ്ടാവും ട്ടാ. പിടിക്കല് തലക്ക് പിടിക്ക്. ദേ പോണ്. പോയി. ഇപ്പതേ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട് ട്ടാ. ഈ ചെളിയുടെ ഉള്ളിലൊക്കെ മീനൊക്കെ ഉണ്ടാവും. ഈ കുളത്തിൽ കൂടുതലും വളർത്തു മീനുകൾ ഉണ്ടായിരുന്നത്. നാടൻ മീനുകൾ കുറവാണ്. ചെളിയുടെ മുകളിൽ ഒരു മീൻ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ. ബ്രാലാണോ കടുവാണോ ഒന്നും ക്ലിയർ ആവണില്ല. മോട്ടർ കുഴിയുടെ എടുത്തിക്കാണ് പൊക്കോണ്ടിരിക്കണത് കേട്ടാ. ചെളി പോരുമ്പോ എന്തായാലും കിട്ടിക്കോളും.
ദേ മീന കുഴിയുടെ അവിടേക്കാണ് പോയിട്ടുള്ളത്. കടുവല്ല, ബ്രാലാണ്. കടുവാണെങ്കിൽ ചിലപ്പോൾ കാലിനൊക്കെ നല്ല പണി കിട്ടും. ആ വന്ന മീൻ്റെ ചെളിയുടെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ചെളി ഒരു രക്ഷയില്ലാട്ടാ, നല്ല കുറുക്ക് പോലെ എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ വല്ല കടുവൊക്കെ ഉണ്ടാവും. ദേ ഇവിടെ തന്നെ ഉണ്ട്. ദേ നിൽക്കണ്, ഇതേ ദയ പൊന്തിക്കണാണ്. ദേ ദേ എടുക്ക്, അവിടെ തന്നെ ഉണ്ട് അത്. ദേ ദേ ഇത് കേറി കേറി ഐ ചാടിയാ ദീപത്താണ് കണ്ടത്. എന്നെങ്കി അവിടെ മേലെ മേലെ തന്നെയാണ്. ഒരു ഭാഗത്തായിരുന്നല്ലോ ജസ്റ്റ് ഒന്ന് നോക്കിയത് അതിലൊന്ന് നോക്കിയത്. ദേ ഇങ്ങനെ ചെളി കൊണ്ടിടുമ്പോ അതിലും മീനൊക്കെ കയറി വരുന്നുണ്ട് കേട്ടാ. ചില നേരത്തൊക്കെ കിട്ടും, ചിലപ്പോൾ അത് ചെളിയുടെ ഉള്ളിൽ തന്നെ കിടന്ന് ചത്തും പോവും. ബക്കറ്റ് കൊണ്ട് പോരും. ആ എന്താ കണ്ടു ബക്കറ്റിലേക്ക് തട്ടി. കാല് കാല് മാറ്റിട്ടാ കുത്തിട്ടു. ആ കയറട്ടെ അതിൽ നല്ല മഞ്ഞക്കടു വെള്ളം പിടിക്കാൻ അറിയാം എനിക്ക് തന്നെ. അങ്ങനെ അടിച്ചാൽ മതി. കളിക്കൊള്ളേട്ടാ. വേണ്ട വേണ്ട പിടിക്കണ്ടേ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അടി കൊണ്ട് കഴിഞ്ഞാൽ നല്ല പണിയും. വേണ്ടേ 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 ഡീ ഇവള് പുലിയണ്ടാ. കരിപ്പിടനെ ഒന്നും പിടിക്കാറിനൂടാ, കടുവിനെ പിടിക്കാൻ അറിയാം. ഇതേ നേരത്തെ കൊണ്ടിട്ടാ ചെളിന്ന് ഇറങ്ങി വന്നേട്ടാ ഈ കരിപ്പിടി. അതിന്റെ ചെകളക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ, ചെറിയ ചോരൊക്കെ വരുന്നുണ്ട്. ആശാനെ കൊണ്ടുപോയി ഡ്രമ്മിൽ ഇട്ടേക്കാട്ടാ, അപ്പൊ ചാവാണ്ട് കിടന്നോളൂ. ജീവനുള്ള കരിപ്പിടിയാവൂല. ഇതിനുള്ളിൽ പോയാ പിടിച്ചോ പിടിച്ചോ. ഐ അതിൻ്റെ ഉള്ളിൽ പോയി. മാറി 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 തലയ്ക്ക് പിടി. ഇത് ഈ ചെളിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ നല്ല പാടാവൂട്ടാ. പിന്നെ പിടിക്കാനായിട്ട് ചെളിയൊക്കെ മാറ്റേണ്ടി വരും. ഒരു ഇടത്തരം ബ്രാലണ്ടാ, വളർത്താനൊക്കെ പറ്റിയ സൈസുണ്ട്. ഇല്ലില്ല അത് വെട്ടണം. ഓരോ കാര്യമായിട്ട് ഓട്ടം കാരണം കണ്ട. സാധാരണ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈസ് കിട്ടുമ്പോൾ റിലീസ് ചെയ്യാറുണ്ട് പതിവ്. എന്തായാലും ആശാനും കൂടെ ഡ്രമ്മിക്ക് എടുക്കട്ടെ കേട്ടാ. ഇനിയിപ്പോൾ കൊള്ളൊക്കെ ക്ലീൻ ആയതിന് ശേഷം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തിരിച്ചിട്ടേക്കാം. ദേ ഈ ഫ്രിഡ്ജ് ബോക്സിൽ ജയന്റ് ഗൗരാമി ഉണ്ടൊക്കെ എടുക്കണത്. അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് രണ്ട് നല്ല അടിപൊളി കടുവും ഉണ്ട്. കടുതേ ആ സൈഡിലായിട്ട് നിൽക്കണ്ട. കടുവിന് എന്തായാലും ഇപ്പം എടുക്കണില്ല, ഇതിനെ ബ്രീഡിങ്ങിനായിട്ട് മാറ്റി നിർത്തിയേക്കണം. ദേ ഡ്രമ്മിൽ എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാട്ടാ. ഒന്ന് രണ്ട് ടാങ്കിലായിട്ട് വേറെ മീനുകളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതേ നല്ല അടിപൊളി സൈസുള്ള വാള ഉണ്ടാ രണ്ടും. ചിലപ്പോൾ വീഡിയോയിൽ ഇതിൻ്റെ സൈസ് ശരിക്കും അറിയുന്നുണ്ടാവില്ല. വാള കൂടാണ്ട് രോഹുവും കരിപ്പിടിയും ബ്രാലും കടുവും ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് വേണ്ട ബ്രാല് വലിയ സൈസുള്ള ബ്രാലുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൽ. ഏകദേശം ഈ ഒരു റേഞ്ചുള്ള ബ്രാലുകളൊക്കെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും കുറേ മീനുകളൊക്കെ തിരിച്ച് കുളത്തിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അടിപൊളി. ഡ്രമ്മിലിട്ട ഒന്ന് രണ്ട് പിലോപ്പിയ മാത്രം ചത്തിട്ടുള്ളൂ കേട്ടാ, വേറെ ഒന്നും ചത്തിട്ടില്ല. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ദൈവമുള്ള വാളയുടെ ഒക്കെ സൈസ് നോക്കിയാൽ ഇവന്മാരൊക്കെ കുളമൊന്ന് തെളിഞ്ഞതിന് ശേഷം തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇടും കേട്ടാ.